നാം ദുഷ്ടതകൾ പ്രവർത്തിക്കേണ്ടി വരും. പക്ഷേ ഇവിടെ ദൈവവചനം പറയുന്നത് രാവും പകലും ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനെന്ന് സങ്കീർത്തനങ്ങൾ 1 പറയുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ന്യായ പ്രമാണത്തെ നാം രാവും പകലും ധ്യാനിക്കണമെന്ന് പറയുന്നു. അങ്ങനെ നാം രാവും പകലും ദൈവത്തിൻ്റെ രാവും പകലും നാം ഈ വേദവചനങ്ങൾ ധ്യാനിക്കുന്നത് അത് ദൈവത്തിന് പ്രസാദകരമായിരിക്കും. ഇല്ലാതെ നാം വേറെ എന്തെങ്കിലും ധ്യാനിച്ച് നാം വേറെ എന്തെങ്കിലും പറഞ്ഞ് വേറെ എന്തെങ്കിലും ചിന്തകളിലിരുന്ന് അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ അത് ദൈവസന്നിധിയിൽ പ്രസാദമായി മാറുന്നില്ല. ആയതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, ഈ ദിവസങ്ങളിൽ നമ്മുടെ വാക്കുകൾ ചുരുക്കമായിട്ടും ദൈവസന്നിധിയിൽ ധ്യാനം കർത്താവ് നമുക്ക് ചെയ്ത വൻ കൃപകളെക്കുറിച്ച്, അല്ലെങ്കിൽ കർത്താവ് നമുക്ക് ഈ ലോകത്തിൽ ചെയ്തു വരുന്ന വൻ കാര്യങ്ങളെക്കുറിച്ച്, നാം കേൾക്കുന്ന സാക്ഷികളെക്കുറിച്ച്, ദൈവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് നാം വർണ്ണിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ അത്